എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള സാംസങ്ങിൻ്റെ S24 അൾട്രയും അതോടൊപ്പം തന്നെ iPhone 16 വരാനിരിക്കുന്ന A18 Pro എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ, അതായത് സാംസങ് ഗാലക്സി S24ൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. iPhone 16 സീരീസിൽ വരാനിരിക്കുന്ന ആപ്പിൾ A18 Pro എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറാണ്. ഏതായാലും അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കടന്നു ചെന്നിട്ട് അപ്പോൾ iPhone 16 എടുക്കണോ അതോ S24 അൾട്ര മതിയോ? കാരണം വളരെ കുറഞ്ഞ പൈസയിൽ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ആപ്പിൾ എത്രത്തോളം ഇന്നോവേഷൻ പുതിയ ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ആപ്പിളിൻ്റെ A18 Pro എത്രത്തോളം അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഏതായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും. നമുക്ക് ഏതായാലും മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആപ്പിളിൻ്റെ A18 Pro പ്രോസസ്സർ സാംസങ് ഗാലക്സി ഫോണിലെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ 4 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സറാണ്. അപ്പോൾ എന്താണ് ഈ നാനോമീറ്റർ, അതല്ലെങ്കിൽ എന്താണ് ഈ ആർക്കിടെക്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ പ്രോസസ്സേഴ്സ് ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഫോണുകളൊക്കെ പവർ എഫിഷ്യൻ്റാണ്. അതിനുള്ള ഒരൊറ്റ കാരണം ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലാണ് ഈ പ്രോസസ്സേഴ്സ് എല്ലാം തന്നെ നിർമ്മിക്കുന്നത്. അപ്പം എത്രത്തോളം ചെറിയ പ്രോസസ്സാണോ അതനുസരിച്ച് അതിൻ്റെ പവർ എഫിഷ്യൻസി കൂടും. കാരണം ഒരു ചെറിയ സ്ഥലത്ത് ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും. 4 നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ 3 നാനോമീറ്റർ ആയിട്ട് കുറയുമ്പോഴും അത്രത്തോളം പവർ എഫിഷ്യൻ്റ്, അതോടൊപ്പം തന്നെ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് ഉൾക്കൊള്ളിക്കാൻ ഇത് കഴിയും. അപ്പം A18 Pro എന്ന് പറഞ്ഞ പ്രോസസ്സറിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് ഇതാണ്. ഇനി അടുത്തതാണ് അതിൻ്റെ ഫ്രീക്വൻസി. 3300 MHz ആണ് സ്നാപ്ഡ്രാഗൺ 8 Gen 3ൻ്റെ ഫ്രീക്വൻസി. എന്നാൽ ഇതിനേക്കാൾ ഉപരി 3890 MHz ആണ് ഇനി വരാൻ പോകുന്ന A18 Pro ചിപ്സെറ്റിൻ്റെ ഫ്രീക്വൻസി. അപ്പം കുറച്ചും കൂടെ ഉയർന്ന ഫ്രീക്വൻസി റേറ്റ് ആയതുകൊണ്ട് തന്നെ പ്രോസസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാനൊക്കെ A18 Proയ്ക്ക് സാധിക്കും. പക്ഷേ മാനുഫാക്ചറിങ് സെയിം ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ്. അതായത് നമുക്കറിയാം മിക്കവാറും മൊബൈൽ ചിപ്സെറ്റുകളൊക്കെ TSMC തന്നെയായിരിക്കും നിർമ്മിക്കുന്നത്. അപ്പം ആപ്പിളിൻ്റെ ചിപ്സെറ്റും TSMC തന്നെയാണ് നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ സാംസങ് ഫോണിൽ ഉപയോഗിക്കുന്ന ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റും TSMC തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇനി CPU കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി GPUയിലേക്ക് വരാം. ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മൊബൈൽ ഫോണുകളിലെ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്. സാംസങ് S24 അൾട്രയിലെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ഉപയോഗിക്കുന്ന GPU അഡ്രീനോ 750 ആണ്. എന്നാൽ A18 Proയിൽ ആപ്പിളിൻ്റെ തന്നെ A18 GPU ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു വ്യത്യാസം കാണാൻ പറ്റും. GPUയുടെ ഫ്രീക്വൻസി എടുക്കുകയാണെങ്കിൽ 903 MHz ആണ്. സ്നാപ്ഡ്രാഗണിൽ വരുമ്പോൾ 1405 MHz. കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി GPUയിലുള്ള എക്സിക്യൂഷൻ യൂണിറ്റ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ തന്നെ 6 യൂണിറ്റാണ് A18 GPUയിൽ വരുന്നത്. എന്നാൽ വെറും 2 യൂണിറ്റാണ് എക്സിക്യൂഷൻ യൂണിറ്റ് സ്നാപ്ഡ്രാഗണിൽ വരുന്നത്. അതുപോലെ തന്നെ T-ഫ്ലോപ്സ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഗ്രാഫിക്സ് റെൻഡറിങ്ങും അതുപോലെ തന്നെ സ്പെസിഫിക് ടാസ്ക് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ T-ഫ്ലോപ്സിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് നമ്മുടെ GPU നൽകും. അത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ കൂടുതൽ സ്നാപ്ഡ്രാഗണിലാണ്. ബാക്കിയുള്ള OpenCL വെർഷൻ അതുപോലെ തന്നെ ഡയറക്ടെക്സ് വെർഷൻ അതൊക്കെ ഗെയിമേഴ്സ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. ഇതെല്ലാം നമുക്ക് മെമ്മറിയുടെ കാര്യത്തിലേക്ക് പോകാം. റാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ LPDDR5X, അതെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു റാം സ്പെസിഫിക്കേഷൻ ആയിരുന്നു LPDDR5X. എന്നാൽ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് സീരീസിലേക്ക് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് SoCയിലേക്ക് വരുമ്പോൾ LPDDR5T എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റിലേക്കാണ് വരുന്നത്. അതായത് T എന്ന് പറഞ്ഞാൽ ടർബോ എന്ന് സൂചിപ്പിക്കുന്നു. 5X റാമിനേക്കാളും 13% സ്പീഡ് ഇൻക്രീസാണ് 5T പറയുന്നത്. ഏതായാലും ഐഫോണിൻ്റെ സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടുമില്ല. 5Xനേക്കാളും 5T വരുന്നത് കൂടി കുറച്ചും കൂടി ഫാസ്റ്റർ ആവുകയാണ് ഐഫോൺ. ഇനി മെമ്മറിയുടെ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കാം. LPDDR5Xൽ 8.6 GB/s ആയിരുന്നു റൈറ്റിംഗ് സ്പീഡ്. എന്നാൽ 5Tയിലേക്ക് വരുമ്പോൾ 9.6 Gbps ആയിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്രീക്വൻസിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും ഫ്രീക്വൻസി 4800 MHz തന്നെയാണ്
രണ്ടും ക്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം ബാൻഡ് വിത്ത് 78.8 GB/s ആണ് ഇതിൻ്റെ മാക്സിമം ബാൻഡ് വിത്ത്. അപ്പം ബാൻഡ് വിത്തും അതുപോലെ തന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അടിയിട്ടിരുന്നു വിചാരിക്കുന്നു. ഇനി മെയിനായിട്ട് iOS 18 അല്ലെങ്കിൽ ആപ്പിൾ 2024 ഏറ്റവും കൂടുതൽ കൊട്ടി ആഘോഷിച്ചൊരു കാര്യമാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൂടുതൽ കരുത്ത് പകരാമുണ്ട്. സ്നാപ്ഡ്രാഗണിൽ ഉപയോഗിക്കുന്ന ഹെക്സാഗൺ NPU പകരം A18 ന്യൂറൽ എഞ്ചിനാണ് വരുന്നത്. അപ്പം എയുടെ ഫീച്ചേഴ്സൊക്കെ നമുക്കിനി കണ്ടറിയാം. ISP അഥവാ ഇമേജ് സിഗ്നൽ പ്രോസസ്സർ, അതോടൊപ്പം തന്നെ സ്റ്റോറേജ് ടൈപ്പ്. ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറേജ് ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം UFS, യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ UFS. അപ്പോൾ UFS ലേറ്റസ്റ്റ് വെർഷൻ 4.0 സ്നാപ്ഡ്രാഗൺ 8 Gen 3 വരുമ്പോൾ NVMe എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറേജാണ് മിക്കവാറും ഐഫോണിലും അതുപോലെ തന്നെ മാക്ബുക്കിലും ഒക്കെ വരിക. മൊബൈൽ ഡിവൈസുകളിൽ UFS സ്റ്റോറേജാണ് കൂടുതൽ പവർ എഫിഷ്യൻറ്റും അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലിയും. എന്നാൽ NVMe അത്രയ്ക്ക് പവർ എഫിഷ്യൻ്റ് അല്ലെങ്കിലും വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു സ്റ്റോറേജ് സപ്പോർട്ടും അതോടൊപ്പം തന്നെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് NVMe. NVMe എന്നതിൻ്റെ ഫുൾ ഫോം നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് എന്നതാണ്. നമുക്ക് ഏതായാലും അതിൻ്റെ സ്പീഡൊന്ന് കമ്പയർ ചെയ്യാം. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളതാണ് UFS 4.0. ഏതായാലും UFS 2.0 2019 ഇറങ്ങിയിട്ടുള്ള ഒരു ടെക്നോളജി ആണെങ്കിലും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വേഗത UFS 4.0 നമുക്ക് ഏതായാലും പ്രതീക്ഷിക്കാം. ഇനി മാക്സിമം ഡിസ്പ്ലേ റെസൊല്യൂഷൻ്റെ സപ്പോർട്ടാണ്. ഏതായാലും 4K സപ്പോർട്ടും 8K സപ്പോർട്ടൊക്കെ ഇപ്പോൾ നിലവിൽ ഐഫോണിലും അതുപോലെ തന്നെ സാംസങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ സാംസങ്ങിൽ മാത്രമായിരുന്നു 8K സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഏതായാലും ഐഫോണിൽ 48 MP ക്യാമറ വന്നതോടുകൂടി തന്നെ 8K റെസൊല്യൂഷനുള്ള വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥിതിയിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഇനി ആപ്പിൾ അടുത്ത കാലത്തൊന്നും മെഗാപിക്സൽ കൂട്ടാൻ പോകുന്നില്ല. കാരണം ഒപ്റ്റിക്കൽ സൂമിങ് വേണമെന്നുള്ളവർക്ക് വളരെ കൂടിയ മെഗാപിക്സലുള്ള ക്യാമറകൾ വാങ്ങുന്നത് കുറച്ചും കൂടെ ബെനിഫിറ്റ് നൽകും. ഏതായാലും ക്യാമറയുടെ വീഡിയോയുടെ ക്ലാരിറ്റിയിൽ ഒരിക്കലും മെഗാപിക്സൽ യാതൊരു പങ്കും വഹിക്കുന്നില്ല. സൂമിങ് കേപ്പബിലിറ്റി മാത്രമാണ് ഈ മെഗാപിക്സലും കൊണ്ട് ഉള്ള ഉപകാരം. സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ഫീച്ചർ തന്നെ ഈ സൂമിംഗ് ആണ്. ഇനി നമുക്ക് വീഡിയോ ക്യാപ്ചറിങ്ങിൻ്റെ റെസൊല്യൂഷൻ സപ്പോർട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. 8K at 60 frames/second, അതുപോലെ തന്നെ 4K at 120 FPS. ഈ രണ്ട് ഫീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് സാംസങ്ങിൽ കാണാൻ പറ്റുക. എന്നാൽ ഐഫോണിൽ 8K ഷൂട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ 24 frames/second ഷൂട്ട് ചെയ്യാൻ പറ്റുക. 60 frames/second ഇപ്പോഴും സപ്പോർട്ടഡ് അല്ല. അതുപോലെ തന്നെ 4K നോർമലായിട്ട് നമുക്ക് 60 frames/second ഷൂട്ട് ചെയ്യാം. പിന്നീട് വരുന്നത് വീഡിയോ കോഡക്കുകളാണ്. വീഡിയോ കോഡക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ഫോർമാറ്റുകൾ റെക്കോർഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ കൂടുതൽ വീഡിയോ ഫോർമാറ്റുകൾ നമുക്ക് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. നോർമലായിട്ടുള്ള വീഡിയോ ഫോർമാറ്റുകളൊക്കെ തന്നെ സാംസങ്ങിൻ്റെ S24 Ultra സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആപ്പിളിൽ അഡീഷണലായിട്ട് മോഷൻ JPEG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡക്കും കൂടെ അഡീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ കോഡക്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പിളിൽ ഒരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള കോഡക്കുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓഡിയോയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ. രണ്ടിലും ഒരേ 5G മോഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ LTE Cat 24 ലേറ്റസ്റ്റ് ആയിട്ടുള്ള LTE സപ്പോർട്ടും അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ഡൗൺലോഡ് ആൻഡ് അപ്ലോഡിങ് സ്പീഡൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടും. 10,000 Mbps ആണ് ഇതിൻ്റെ ഡൗൺലോഡിങ് സ്പീഡ്. അതോടൊപ്പം തന്നെ 3500 Mbps അപ്ലോഡിങ് സ്പീഡും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. രണ്ടിലും ഏകദേശം സെയിം സ്പീഡ് തന്നെയാണ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ Wi-Fi 7 എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഇത് രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5.4 എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലൂടൂത്ത് വെർഷനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതായത് GPS നമുക്ക് ഈ കാലത്ത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. GPS-ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ GPS പ്ലാറ്റ്ഫോമുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ നാവിക് എന്ന് പറഞ്ഞിട്ടുള്ള GPS പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ GPS സിസ്റ്റം രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ A18 Pro ആയിക്കോട്ടെ, രണ്ടിലും GPS-നൊന്നും യാതൊരു കുറവുമില്ല. അപ്പം വളരെ ബേസിക്കായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് മാത്രമാണ് ഞാൻ കമ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഫീച്ചേഴ്സിലൊന്നും യാതൊരു കാര്യമില്ല.
നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. റിയൽ ആയിട്ടുള്ള ഒരു ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ടെക്നിക്കലായിട്ട് പേപ്പറിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് എത്രത്തോളം യൂസർ എക്സ്പീരിയൻസ് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് iPhone 15 സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ S24 Ultra ഉണ്ട്. ഞാനിപ്പോൾ iPhone 16 ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എടുത്തു എന്ന് മാത്രം. കാരണം ഐഫോണുകൾ മിക്കവാറും സെപ്റ്റംബർ മാസങ്ങളിലാണ് റിലീസ് ചെയ്യുക, അതോടൊപ്പം തന്നെ സാംസങ് മാർച്ച് മാസങ്ങളിൽ. അപ്പം ഇനി S24 Ultra'യിൽ ഇതിലും ഭയങ്കരമായിട്ടുള്ള ഫീച്ചേഴ്സ് അവർ കൊണ്ടുവരുന്നത് ഏതായാലും ഉറപ്പുണ്ട്. കാരണം വളരെ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് ആപ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാംസങ് ആയിക്കോട്ടെ അവർ എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പം പുതുതായിട്ട് ഫോൺ വാങ്ങാൻ പോകുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും iPhone 16 ഒരുപാട് പേര് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സാംസങ് S24 Ultra ഇനി കുറഞ്ഞ പൈസയെ കിട്ടും, കാരണം iPhone 16 ഇറങ്ങുന്നതോടെ. അപ്പോൾ iPhone 16 എടുക്കണോ അതോ S24 Ultra മതിയോ? കാരണം വളരെ കുറഞ്ഞ പൈസയിൽ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഏതായാലും iPhone 16 ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ യൂസർ റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ രണ്ട് ഫോണും തിരഞ്ഞെടുക്കുക. S24 Ultra'യുടെ ഓൾറെഡി യൂസർ റിവ്യൂസൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി iPhone 16 ഇതിനെ സ്പെസിഫിക്കേഷൻ മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും പോയി എടുക്കരുത്. കാരണം അതിന് യൂസർ റിവ്യൂസൊക്കെ കണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം iPhone 16 ആയാലും ചൂസ് ചെയ്യാം. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള CPU കമ്പാരിസനാണ് ഞാനിപ്പോൾ ചെയ്തത്. ഇനി കൂടുതലായിട്ടുള്ള കമ്പാരിസനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് S24 Ultra ആണോ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് സീരീസ് ആയിട്ടുള്ള 15 സീരീസ് ആണോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസും ആപ്പിളാണോ സാംസങ് ആണോ ടെക്നോളജിയിൽ എപ്പോഴും അഡ്വാൻസ്മെൻറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ യൂസർ ഫീഡ്ബാക്കും എല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് ധാരാളം പേർക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.